ബന്ധം തുടരാനാകില്ലെന്ന് വിശദമാക്കിയ വിവാഹിതയായ കാമുകിയെ 2.5 വയസ്സുകാരിയായ മകളുടെ മുന്നിലിട്ട് കൊലപ്പെടുത്തിയ യുവാവ് അറസ്റ്റിലായി. 2 മക്കളാണ് യുവതിക്കുള്ളത്. പെട്ടെന്നുള്ള പ്രകോപനത്തെ തുടർന്നാണ് അക്രമം നടന്നതെന്നാണ് പോലീസ് സംഭവത്തെക്കുറിച്ച് വിശദമാക്കുന്നത്. കർണാടകയിലെ ചിക്കമംഗളൂരുവിൽ ശനിയാഴ്ചയാണ് അക്രമം നടന്നത്. 28-കാരനായ കർണാടക സ്വദേശിയെ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ചിക്കമംഗളൂരു സ്വദേശിയായ 26-കാരിയായ തൃപ്തിയാണ് ശനിയാഴ്ച കൊല്ലപ്പെട്ടത്. മാസങ്ങൾക്ക് മുൻപ് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് തൃപ്തിയും ചിരഞ്ജീവിയും പരിചയപ്പെടുന്നത്. ഇവർ തമ്മിലുള്ള സൗഹൃദം വളരെ പെട്ടെന്നാണ് വിവാഹേതര ബന്ധത്തിലേക്ക് എത്തിയത്. 3 മാസം മുൻപ് ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് യുവതി ഇയാൾക്കൊപ്പം ഒളിച്ചോടി. യുവതിയെ കാണാനില്ലെന്ന് ഭർത്താവ് പരാതിയും നൽകി. ഈ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് കമിതാക്കളെ കണ്ടെത്തിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഭർത്താവുമായി രമ്യതപ്പെടാൻ താൽപ്പര്യമുണ്ടെന്ന് യുവതി പോലീസിനോട് വിശദമാക്കിയിരുന്നു. ഇതനുസരിച്ച് പോലീസ് കൗൺസിലിംഗ് അടക്കമുള്ളവ നൽകി യുവതിയെ ഭർത്താവിനൊപ്പം അയച്ചു. യുവതിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കരുതെന്നും പരാതിക്ക് അവസരമുണ്ടാകരുതെന്ന മുന്നറിയിപ്പും നൽകി പോലീസ് യുവാവിനെയും വിട്ടയച്ചു. സംഭവത്തിന് പിന്നാലെ ചിരഞ്ജീവി യുവതിയെ ഫോണിലും സമൂഹ മാധ്യമങ്ങളിലും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും 26-കാരി പൂർണ്ണമായി യുവാവിനെ അവഗണിക്കുകയായിരുന്നു. ഇതിൽ കുപിതനായ ചിരഞ്ജീവി ശനിയാഴ്ച യുവതിയുടെ വീട്ടിലെത്തുകയായിരുന്നു. ഭർത്താവ് ജോലിക്ക് പോയ സമയത്താണ് ഇയാൾ യുവതിയെ കാണാനെത്തിയത്. വാക്കേറ്റത്തിനിടയിൽ ഒരു രീതിയിലും യുവതി സഹകരിക്കില്ലെന്ന് വ്യക്തമായതോടെ യുവാവ് കത്തിയെടുത്ത് ആക്രമിക്കുകയായിരുന്നു. യുവതിയുടെ 2.5 വയസ്സുകാരിയായ മകളുടെ മുന്നിൽ വെച്ചായിരുന്നു ക്രൂരമായ കൊലപാതകം. കൊലപാതകത്തിനു പിന്നാലെ യുവതിയുടെ മൃതദേഹം ഇവരുടെ വീട്ടിൽ നിന്ന് 500 മീറ്ററോളം അകലെയുള്ള തടാകത്തിൽ തള്ളിയ ശേഷം യുവാവ് സംഭവ സ്ഥലത്ത് നിന്ന് മുങ്ങുകയായിരുന്നു. മണിക്കൂറുകൾക്ക് പിന്നാലെ നാട്ടുകാരാണ് തടാകത്തിൽ തൃപ്തിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിനു പിന്നാലെ നടന്ന അന്വേഷണത്തിലാണ് പോലീസ് ചിരഞ്ജീവിയെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് ചോദ്യം ചെയ്തതിൽ യുവാവ് കുറ്റം സമ്മതിക്കുകയും സംഭവിച്ചതെന്താണെന്ന് വിശദമാക്കുകയും ചെയ്യുകയായിരുന്നു. യുവതിയെ കൊലപ്പെടുത്തിയതിനു പിന്നിൽ തന്നെ ഒഴിവാക്കിയതിലുള്ള പകയെന്നാണ് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയത്.